ഹലോ എവ്രി വൺ. ഇപ്പം തണുപ്പ് സമയമൊക്കെ തുടങ്ങിയല്ലേ, ക്ലൈമറ്റൊക്കെ കുറച്ച് മാറി തണുപ്പിലേക്കൊക്കെ ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഈ തണുപ്പ് സമയത്ത് കുറച്ച് ചൂടല്ലേ നമ്മുടെ ബോഡിക്ക് ചെല്ലേണ്ടത്. അപ്പം ഇന്ന് അതുകൊണ്ട് ഞാനൊരു ഹോട്ട് ഡ്രിങ്കാണ് നിങ്ങളെ കാണിക്കാൻ പോണേ. ഇത് വലിയവർക്കും കുട്ടികൾക്കും ഒക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യും. നമുക്ക് എന്തൊക്കെയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് നോക്കാം. പാല്, ഇതിപ്പം ഞാൻ പകുതി പാലും പകുതി വെള്ളവുമാണ് എടുത്തിട്ടുള്ളത്. കാരണം ഇത് ഫുൾ ക്രീം പാലാണ് ഉള്ളത്. അപ്പോൾ ഇതിന് ഫുൾ ക്രീം പാല് വേണ്ട, ശരിക്കും ഇതിന് സ്കിംഡ് മിൽക്ക് മതി. അതുകൊണ്ട് ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് ഫുൾ ക്രീം പാലായിരുന്നു. അതുകൊണ്ട് പകുതി പാലും പകുതി വെള്ളവുമാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. പാല് 1 ഗ്ലാസ്. നിങ്ങളുടെ കയ്യിൽ ലോ ഫാറ്റ് ആണ് ഉള്ളതെങ്കിൽ 1 ഗ്ലാസ് ഫുള്ള് പാലെടുക്കാം. പിന്നെ ചോക്കോ ചിപ്സ്, ഇത് നമുക്ക് ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും. അഥവാ ഇത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടല്ലോ, പക്ഷെ നല്ലോണം സ്വീറ്റ് ആയിട്ടുള്ളത് വേണ്ട, ഒരു സെമി സ്വീറ്റ് ചോക്ലേറ്റ് ഉണ്ടാവില്ലേ, ചോക്ലേറ്റ് ചിപ്സ് 1/2 കപ്പ്. ഇതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഹെർഷസിന്റെ സെമി സ്വീറ്റ് ചോക്ലേറ്റ് ചിപ്സ് എന്ന് പറഞ്ഞ് കിട്ടും. ഇതാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നോർമലി നമ്മൾ ഹോട്ടൽസിലൊക്കെ പോയാൽ ഈ ഒരു ഡ്രിങ്ക് നമ്മൾ ഓർഡർ ചെയ്താൽ ഫുഡ് കളറാണ് അവർ കളറിന് ചേർക്കാറുള്ളത്. കാരണം ഇതിൻ്റെ പേര് റെഡ് വെൽവെറ്റ് എന്നാണ്. അപ്പോൾ റെഡ് വെൽവെറ്റിൻ്റെ കളർ റെഡ് ആയതുകൊണ്ട് അവർ കളറാണ് ചേർക്കുക. ഞാൻ പക്ഷേ ഇന്ന് ബീട്രൂട്ട് ജ്യൂസാണ് ഇവിടെ ചേർക്കണത്, 1 ടീസ്പൂൺ. പിന്നെ വാനില എസൻസ് 1 ടീസ്പൂൺ. ക്രീം 1/4 കപ്പ്. പിന്നെ പൗഡേർഡ് ഷുഗർ 1 ടേബിൾ സ്പൂൺ. 1/2 ടീസ്പൂൺ വാനില എസൻസ്. ഇനി എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം. ആദ്യം തന്നെ പാലും പിന്നെ നമ്മളുടെ ചോക്ലേറ്റ് ചിപ്സ്, അല്ലെങ്കിൽ ചോക്ലേറ്റ് ആണെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് എടുക്കാം. പിന്നെ ബീട്രൂട്ട് ജ്യൂസും 1 ടീസ്പൂൺ വാനില എസൻസ്. ഇത്രയും കൂടെ ഒന്ന് ചൂടാക്കണം. നമ്മുടെ ഈ ചോക്ലേറ്റ് ഒക്കെ ഒന്ന് അലിഞ്ഞു വരുന്ന വരെ ഒന്ന് ചെറിയ ചൂടിലൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. എന്നിട്ട് ഇതൊന്ന് ചൂടാക്കാം. തിളപ്പിക്കണ്ട, ചൂടാക്കിയാൽ മതി. ഇതിപ്പോൾ നമുക്ക് ചോക്ലേറ്റ് ഒക്കെ ഒന്ന് അലിയുന്ന സമയത്ത് നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ഉണ്ടാക്കാം. ഇത്രയും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ വിപ്പിംഗ് ക്രീം ഇപ്പോൾ ഇവിടെ റെഡി. ഇനി ഹോട്ട് ചോക്ലേറ്റ് നോക്കാം. ചോക്ലേറ്റ് എല്ലാം അലിഞ്ഞു. ഇനി നമുക്ക് പതുക്കെ ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യാം. ഇത് നല്ല ചൂടോടുകൂടെ തന്നെ സെർവ് ചെയ്യണം. ഫസ്റ്റ് ഈ നമ്മുടെ ഹോട്ട് ചോക്ലേറ്റ് അങ്ങോട്ട് ഒഴിച്ചിട്ട് അതിൻ്റെ മേളിലേക്ക് നമ്മുടെ വിപ്പിംഗ് ക്രീമും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോഴാണ് ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് വരുള്ളൂ. മുകളിൽ ഇങ്ങനെ ഇട്ടാൽ മതി. എന്നിട്ട് നമ്മൾ കഴിക്കുമ്പം ഒന്ന് മിക്സ് ചെയ്ത് കഴിക്കുക. നമ്മളുടെ ഡെക്കറേഷൻ പോലെ കുറച്ച് ചോക്ലേറ്റ് മുകളിലിട്. പിള്ളേർക്ക് എന്താണോ ഇഷ്ടം അത് അതിൻ്റെ മുകളിലൊക്കെ ഒന്ന് ഇട്ട് ഒന്ന് ഭംഗിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേരും കഴിക്കും. ഇത് നമുക്കും കഴിക്കാൻ ഒരു അടിപൊളി ഹോട്ട് ഡ്രിങ്ക് ആണ്. സോ നമ്മുടെ റെഡ് വെൽവെറ്റ് ഹോട്ട് കൊക്കോ ഡ്രിങ്ക് ഇവിടെ റെഡി. ഇത് എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പം നമ്മുടെ ഈ തണുപ്പ് സമയത്ത് കുട്ടികൾ സ്കൂളിൽ നിന്ന് വരികയാണെങ്കിലും എല്ലാം കൊടുക്കാനായിട്ട് ഹെവി ആയിട്ടുള്ള ഒരു ഡ്രിങ്കുമാണിത്. ഇതിപ്പം ഞാൻ കാണിച്ചിരിക്കുന്ന മെഷർമെൻറ്റ് ഓൾമോസ്റ്റ് 2 ഗ്ലാസ്. അത് നമ്മളുടെ ഗ്ലാസിൻ്റെ സൈസ് അനുസരിച്ചിരിക്കും. 1-2 ഗ്ലാസിൻ്റെ മെഷർമെൻറ്റ് ഞാൻ കാണിച്ചിട്ടുള്ളൂ.